بسم الله الرحمن الرحيم وأصحاب اليمين ما أصحاب اليمين في سدر مخضود وطلح منضود وظل وماء مسكوب وفاكهة كثيرة لا مقطوعة ولا ممنوعة وفرش مرفوعة إنا أنشأناهن إنشاء فجعلناهن أبكارا عربا أترابا لأصحاب اليمين ثلة. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ സൂക്ഷിച്ച് മാനിച്ച് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ദീനിൻ്റെ പേരിൽ ഉണർത്തുകയും വസിയ്യത്ത് ചെയ്യുകയുമാണ്. ഇന്ന് നമ്മുടെ വിഷയം സ്വർഗ കവാടം എന്നുള്ളതാണ്. സ്വർഗ കവാടങ്ങളുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളും നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യത്തിന്റെ ഭവനമായ സ്വർഗത്തെ നിർമ്മിച്ചപ്പോൾ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള കവാടങ്ങൾ ഒരുക്കിയാണ് സ്വർഗത്തെ അല്ലാഹു സജ്ജീകരിച്ചിരിക്കുന്നത്. ഇമാം അഹ്മദ് മുസ്നദിൽ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ ലബിനത്തുൻ മിൻ ദഹബ് വലബിനത്തുൻ മിൻ ഫിദ്ദ മിലാതുഹൽ മിസ്കുൽ അസ്ഫർ. സ്വർഗത്തിന്റെ നിർമ്മിതിയെക്കുറിച്ച് അല്ലാഹു പറയുകയാണ്, ഒരു ഇഷ്ടിക സ്വർണത്തിൻ്റെതാണ് എങ്കിൽ മറ്റൊരു ഇഷ്ടിക വെള്ളിയുടേതാണ്. രണ്ട് ഇഷ്ടികകളെ ചേർത്ത് വെക്കുവാൻ അതിനിടയിൽ വെച്ച ദ്രവ്യം മിലാതുഹ അൽ മിസ്കുൽ അസ്ഫർ, സുഗന്ധം കസ്തൂരി ബഹിർഗമിക്കുന്ന കസ്തൂരിയാണ്. ഹസ്ബഉഹൽ യാഖൂതു വൽ ലുഅ്ലു, മുത്തുകളും പവിഴങ്ങളുമാണ് സ്വർഗത്തിൽ അതിനുള്ള ചരൽ കല്ലുകളായിട്ടുള്ളത്. വതുർബതുഹ അൽ വർസ് വസ്സഅഫറാൻ, സ്വർഗത്തിലെ മണ്ണ് അത് കുങ്കുമവും അതേപോലെ വർസ് ഒരുതരം മഞ്ഞ വർണ്ണത്തിലുള്ള സുഗന്ധ ദ്രവ്യവുമാണ്. ഈ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവൻ നിത്യവാസിയാണ്, അവന് മരണമില്ല.
വല യബ്അസ്, അവൻ നിത്യ അനുഗ്രഹങ്ങളിലാണ്, അവനൊരിക്കലും ക്ലേശിക്കേണ്ടി വരികയില്ല. ലാ യബ്ലാ ശബാബുഹും, സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ യൗവനം അത് നശിക്കുകയില്ല. വല തുഹറഖു സിയാബുഹും, അവരുടെ വസ്ത്രങ്ങൾ ജീർണിക്കുകയുമില്ല. അപ്പോൾ ഇവിടെ സ്വർഗത്തിൻ്റെ നിർമ്മിതിയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ അതിൻ്റെ ഇഷ്ടികകൾ ചേർത്ത് വെക്കുവാനുള്ള ദ്രവ്യം, അതേപോലെ അതിലെ ചരൽക്കല്ലുകൾ, അതിലെ മണ്ണ്, ഇതൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞ് സ്വർഗത്തിൻ്റെ നിർമ്മിതിയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഈ ഹദീസിൽ വിശദീകരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ നിർമ്മിച്ച ഈ സ്വർഗം, കാരുണ്യത്തിന്റെ ഭവനമായ സ്വർഗം, അതിന് കവാടങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ കവാടങ്ങൾ തുറക്കപ്പെട്ട നിലയിൽ സ്വർഗാർഹരെ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്യും എന്നാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഇന്ന ലിൽ മുത്തഖീന ലഹുസ്ന മആബ്, മുത്തഖീങ്ങൾക്ക് നല്ല പര്യവസാനവും മടക്കവുമാണുള്ളത്. ജന്നാതി ആദിൻ, നിത്യവാസത്തിന്റെ സ്വർഗ്ഗത്തോപ്പുകൾ. മുഫത്തഹതൻ ലഹുമുൽ അബ്വാബ്, ആ സ്വർഗ്ഗത്തോപ്പുകളുടെ കവാടങ്ങൾ തുറക്കപ്പെട്ട അവസ്ഥയിലാണുള്ളത്. അഥവാ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെട്ട അവസ്ഥയിൽ മുത്തഖീങ്ങളെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കപ്പെടും എന്നുള്ളതാണ്. അത് ആ സ്വീകരണം ഹൃദ്യമാണ് എന്നതിൻ്റെ ഒരു തെളിവാണ് തുറക്കപ്പെട്ട അവസ്ഥയിൽ സ്വർഗാർഹർ സ്വർഗത്തെ സമീപിക്കുക എന്നുള്ളത്. വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറ, അല്ലാഹുവെ പേടിച്ച് സൂക്ഷിച്ച് ജീവിച്ചവർ കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് നയിക്കപ്പെടും. ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ, അങ്ങനെ സ്വർഗ കവാടത്തിലേക്ക് അവർ എത്തിയാൽ വഫുതിഹത് അബ്വാബുഹാ, അതിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടിരിക്കും. വഖാല ലഹും ഖസനതുഹാ, അന്നേരം സ്വർഗത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ പറയും നയിക്കപ്പെടുന്ന മുത്തഖീങ്ങളോട്, സലാമുൻ അലൈക്കും തിബ്തും, നിങ്ങൾക്ക് സലാം, നിങ്ങൾ സുഹൃതം പ്രവർത്തിച്ചു. ഫദ്ഖുലൂഹാ ഖാലിദീൻ, അതുകൊണ്ട് നിത്യവാസികളായി നിങ്ങൾക്ക് ഇനി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് മലക്കുകൾ സ്വാഗതമോദി തുറക്കപ്പെട്ട കവാടങ്ങളിലൂടെ ആനയിക്കും എന്നാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മറ്റൊരു വചനത്തിൽ ഇപ്രകാരമാണുള്ളത്, വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, സ്വർഗവാസികളിലേക്ക് സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളിലൂടെയും മലക്കുകൾ പ്രവേശിക്കും. എന്നിട്ട് മലക്കുകൾ പറയും, സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ, നിങ്ങൾക്ക് സലാം, നിങ്ങൾ ക്ഷമിച്ച് സഹിച്ച് ജീവിച്ചത് കാരണത്താൽ. ഇങ്ങനെയാണ് മലക്കുകൾ എല്ലാ സ്വർഗീയ കവാടങ്ങളിലൂടെയും സ്വർഗവാസികളിലേക്ക് പ്രവേശിച്ച് അവർക്ക് സ്വാഗതം അരുളുകയും സലാം വർഷിക്കുകയും ചെയ്യുക എന്നാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സ്വർഗ കവാടങ്ങളെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ആ പരാമർശങ്ങളുടെ വചനങ്ങളാണ് നമ്മൾ കേട്ടത്. ആ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെട്ട അവസ്ഥയിൽ മുത്തഖീങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സ്വർഗാർഹർ അതിനെ കണ്ടെത്തുമെന്നാണ്. സ്വാഗതമോദി ഹൃദ്യമായ സ്വീകരണമായിരിക്കും സ്വർഗത്തിലേക്ക് ഈ കവാടങ്ങളിലൂടെയുള്ളത് എന്നാണ് ഈ വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിക്കുന്നത്. സ്വർഗ കവാടങ്ങളുടെ വീതിയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ നഫ്സ് ആരുടെ കയ്യിലാണോ ആ അല്ലാഹുവാണ് സത്യം. ഇന്ന മാ ബൈന മിസ്റാഇൻ മിൻ മസാരിഇൽ ജന്ന കമാ ബൈന മക്ക വ ഹിമ്യർ ഔ കമാ ബൈന മക്ക വ ബുസ്റ. തിരുനബി പറയുകയാണ്, സ്വർഗവാതിൽ കട്ടിലുകൾക്കിടയിലുള്ള വീതി, സ്വർഗത്തിന്റെ വാതിൽ കട്ടിലുകൾക്കിടയിലുള്ള വീതി അത് കമാ ബൈന മക്ക വ ഹിമ്യർ, മക്കയുടെയും ഹിമ്യറിന്റെയും ഇടയിലുള്ള ദൂരമാണ്. ഔ കമാ ബൈന മക്ക വ ബുസ്റ,
അല്ലെങ്കിൽ മക്കയുടെയും ബുസ്ര പട്ടണത്തിൻ്റെയും ഇടയിലുള്ള ദൂരമാണ്. മക്ക നമുക്കെല്ലാവർക്കും അറിയാം. ഹിമ്യർ എന്ന് പറഞ്ഞാൽ യമനിലെ ഒരു പ്രദേശമാണ്. അപ്പൊ മക്കയുടെയും ഹിമ്യറിന്റെയും ഇടയിലുള്ള ദൂരം, അല്ലെങ്കിൽ മക്കയുടെയും ബുസ്ര എന്ന് പറഞ്ഞാൽ സിറിയയിലെ ഒരു പട്ടണം, ഇവക്കിടയിലുള്ള ദൂരമാണ് ഓരോ സ്വർഗ കവാടത്തിന്റെയും വീതി, അല്ലെങ്കിൽ ആ വാതിൽ കട്ടിലകളുടെ വീതി എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ മറ്റൊരു റിപ്പോർട്ടിലുള്ളത് വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി ഇന്ന മാ ബൈന മിസ്റാഇൻ മിൻ മസാരിഇൽ ജന്ന, സ്വർഗ വാതിലുകളുടെ കട്ടിലുകൾക്കിടയിലുള്ള വീതി ലകമാ ബൈന മക്ക വ ഹജർ ഔ കമാ ബൈന മക്ക വ ബുസ്ര എന്നാണ്. മക്കയുടെയും ഹജറിന്റെയും ഇടയിലുള്ള ദൂരം എന്നാണ്. മക്ക ഹജർ എന്ന് പറഞ്ഞാൽ ബഹ്റൈനിലെ ഒരു സ്ഥലമാണ്. അപ്പൊ മക്കയുടെയും ബഹ്റൈനിലെ ഹജറിന്റെയും ഇടയിലുള്ള ദൂരം എന്നാണ് അവിടെ ഹദീസിൽ പറഞ്ഞത്. മറ്റൊരു റിപ്പോർട്ടിൽ ഉത്ബ ഇബ്നു ഗസ്വാനിൽ നിന്ന് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ ഉത്ബ പറയാണ് വലഖദ് ദുകിറ ലനാ അന്ന മാ ബൈന മിസ്റാഇൻ മിൻ മസാരിഇൽ ജന്ന മസീറത്തു 40 സന. സ്വർഗ കവാടങ്ങൾക്കുള്ള കട്ടിലുകൾ അതിനിടയിലുള്ള വീതി 40 വർഷത്തെ വഴിദൂരമാണ്. വലയത്തിയന്ന അലൈഹാ യൗമുൻ, ഒരു നാൾ സ്വർഗ കവാടത്തിന് വരും, വഹുവ ഖദീലുൻ മിനസ് സിഹാം, ഈ സ്വർഗ കവാടം ആളുകളാൽ തിങ്ങി നിറയുന്ന അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ 40 വർഷത്തെ വഴിദൂരമാണ് സ്വർഗ കവാടങ്ങളുടെ കട്ടിലുകൾക്കിടയിലുള്ളത്. ഒരു നാൾ വരും, അന്ന് ഈ വാതിലുകൾ, സ്വർഗവാതിലുകൾ ആളുകളാൽ തിങ്ങി നിറയും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അപ്പൊ സ്വർഗ കവാടങ്ങൾ എല്ലാം ഒരേ തരത്തിൽ ഒരേ പ്രത്യേകതയിലല്ല എന്ന് ഈ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കാം. സ്വർഗ കവാടങ്ങളുടെ വീതിയിൽ അവ വ്യത്യസ്തമാണ്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവർ ഒരു നാളിൽ അവരുടെ എണ്ണം കൂടുകയും ഈ വീതിയേറിയ സ്വർഗ കവാടങ്ങളിൽ ആളുകൾ തിരക്ക് കൂട്ടുന്ന അല്ലെങ്കിൽ തിങ്ങി നിറയുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. സ്വർഗ കവാടങ്ങൾ 8 ആകുന്നു. തിരുനബി പറഞ്ഞു ഫിൽ ജന്നതി 8 അബ്വാബ്, സ്വർഗത്തിൽ 8 വാതിലുകളുണ്ട്. ഫീഹാ ബാബുൻ യുസമ്മ റയ്യാൻ, അതിലൊരു കവാടം റയ്യാൻ എന്ന് പേര് വെക്കപ്പെട്ടിരിക്കുന്നു. ലാ യദ്ഖുലുഹു ഇല്ലാ സ്വായിമൂൻ, ആ കവാടത്തിലൂടെ നോമ്പുകാരല്ലാതെ പ്രവേശിക്കുകയില്ല. അപ്പോൾ ഹദീസിന്റെ തുടക്കം അറിയിക്കുന്നത് ഫിൽ ജന്നതി 8 അബ്വാബ്, സ്വർഗത്തിൽ 8 വാതിലുകളുണ്ട് എന്നുള്ളത്. ആ വാതിലുകളിൽ ചില വാതിലുകൾക്ക് പേര് പറയപ്പെട്ടിട്ടുണ്ട്. ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ തിരുനബി പറയുകയാണ് മൻ അൻഫഖ സൗജൈനി ഫീ സബീലില്ലാഹ്, വല്ലവരും അള്ളാഹുവിന്റെ മാർഗത്തിൽ 2 ജോഡി ചെലവഴിച്ചാൽ, 2 ജോഡി ചെലവഴിച്ചാൽ എന്ന് പറഞ്ഞാൽ സൗജൈൻ എന്ന് പറഞ്ഞാൽ സ്വർണവും വെള്ളിയും, അല്ലെങ്കിൽ ഒട്ടകങ്ങളാണ് എങ്കിൽ ആൺപെൺ ഒട്ടകങ്ങൾ, കുതിരകളാണ് എങ്കിൽ ആൺപെൺ കുതിരകൾ, ഇതാണ് അതിന്റെ നേട്ടം. ഇങ്ങനെ ജോഡികൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ ചെലവഴിച്ചാൽ നൂദിയ മിൻ അബ്വാബിൽ ജന്നത്തി, അയാൾ സ്വർഗ കവാടങ്ങളിലൂടെ ക്ഷണിക്കപ്പെടും. യാ അബ്ദുല്ലാഹ് ഹാദാ ഖൈർ, ക്ഷണിക്കപ്പെടുന്നത് ഇപ്രകാരമാണ്, അള്ളാഹുവിന്റെ ദാസ, ഇത് ഉത്തമമാണ്. ഫമൻ കാന മിൻ അഹ്ലി സ്വലാത്ത് ദുഇയ മിൻ അബ്വാബി സ്വലാത്ത് മിൻ ബാബി സ്വലാത്ത്, നമസ്കരിക്കുന്നവൻ അയാൾ നമസ്കാരത്തിന്റെ ബാബു സലാത്തിലൂടെയാണ് സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുക. വമൻ കാന മിൻ അഹ്ലി ജിഹാദ് ദുഇയ മിൻ ബാബിൽ ജിഹാദ്, ജിഹാദിന്റെ വാക്താവ് ബാബുൽ ജിഹാദിലൂടെ ക്ഷണിക്കപ്പെടും. വമൻ കാന മിൻ അഹ്ലി സിയാം ദുഇയ മിൻ ബാബിർ റയ്യാൻ, നോമ്പുകാരൻ റയ്യാൻ എന്ന കവാടത്തിലൂടെ ക്ഷണിക്കപ്പെടും. വമൻ കാന മിൻ അഹ്ലി സ്വദഖ, സദഖയുടെ ആളിൽപ്പെട്ട വ്യക്തി ദുഇയ മിൻ ബാബി സദഖ,
ബാബു സദഖയിലൂടെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടും എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ട്. അപ്പൊ സ്വർഗം അതിന് 8 കവാടങ്ങളാണ്. ആ കവാടങ്ങളിൽ ബാബു സ്വലാത്തുണ്ട്, ബാബുൽ ജിഹാദുണ്ട്, ബാബു റയ്യാനുണ്ട്, ബാബു സദഖയുണ്ട് എന്നൊക്കെയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, മാ അലാ മൻ ദുഇയ മിൻ തിൽകൽ അബ്വാബി മിൻ ദറൂറ ഫഹൽ യുദഅ അഹദുൻ മിൻ തിൽകൽ അബ്വാബി കുല്ലിഹാ ഖാല നഅം വഅർജു അൻ തകൂന മിൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, അല്ലാഹുവിന്റെ ദൂതരെ, സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലൂടെയും ഒരാൾ ക്ഷണിക്കപ്പെടുക എന്നൊരു അനിവാര്യതയില്ലല്ലോ. ഏതെങ്കിലും ഒരു കവാടത്തിലൂടെ തന്നെ സ്വർഗത്തിലേക്ക് ക്ഷണിച്ചാൽ മതിയല്ലോ. സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് മുഖ്യം. അപ്പൊ ഒരു കവാടത്തിലൂടെ തന്നെ ക്ഷണിച്ചാൽ മതി. 8 കവാടങ്ങളിലൂടെയും ക്ഷണിക്കുക എന്നുള്ള ഒരു അനിവാര്യതയില്ലല്ലോ. 8 കവാടങ്ങളിലൂടെയും ക്ഷണിക്കപ്പെടുന്ന വല്ലവരും ഉണ്ടോ? അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചു, നഅം വഅർജു അൻ തകൂന മിൻഹും. അത് 8 കവാടങ്ങളിലൂടെയും സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്നവരുണ്ട്. അബൂബക്കർ, ആ കൂട്ടത്തിൽ നിങ്ങളാകട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ 8 കവാടങ്ങളിലൂടെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്ന, സ്വീകരിക്കപ്പെടുന്ന ഭാഗ്യവാന്മാരുണ്ട്, അവരിൽ അബൂബക്കർ ഉൾപ്പെടട്ടെ എന്ന് ആശിക്കുകയുണ്ടായി. ആരാണ് 8 കവാടങ്ങളിലൂടെയും സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്നതായ ഭാഗ്യവാന്മാർ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖാല അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു വഅന്ന ഈസ അബ്ദുല്ലാഹി വറസൂലുഹു വഇബ്നു അമതിഹി വകലിമതുഹു അൽഖാഹ ഇലാ മർയമ വറൂഹും മിൻഹു വഅന്നൽ ജന്നത ഹഖ്ഖുൻ വഅന്ന النار حق أدخله الله من أي أبواب الجنة 8 شاء أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأشهد أن عيسى عبد الله ورسوله وكلمته ألقاها إلى مريم وروح منه وأن الجنة حق وأن النار حق എന്ന് വല്ലവരും സാക്ഷ്യം വഹിച്ചാൽ, പ്രഖ്യാപിച്ചാൽ, തിരുനബി പറയുകയാണ്, അദ്ഖലഹുല്ലാഹ്, ആ മനുഷ്യനെ അല്ലാഹു പ്രവേശിപ്പിക്കും, മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി 8 ശാ, സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ അയാൾ ഉദ്ദേശിക്കുന്ന കവാടങ്ങളിലൂടെ. അപ്പോൾ ആ സാക്ഷ്യവചനം അത് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലൂടെയും അതിൽ താൻ ഉദ്ദേശിക്കുന്നതിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ കരണീയമായ പ്രവർത്തനം എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുന്നത്. പിന്നൊരു കൂട്ടർ തിരുനബി പറയുകയാണ്, മാ മിൻകും മിൻ അഹദിൻ യതവദ്ദ ഫയുഹ്സിനുൽ വുദൂ സുമ്മ യഖൂലു ഹീന യഫ്റഗു മിൻ വുദൂഇഹി, നിങ്ങളിൽ നിന്ന് wudu ചെയ്യുന്നവർ, അയാൾ wuduവിനെ നന്നാക്കി ചെയ്യും എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തതുപോലെ നല്ല രീതിയിൽ wudu ചെയ്യുക. പ്രത്യേകിച്ച് ഈ തണുപ്പ് കാലത്തൊക്കെ ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. തണുപ്പിൽ വെള്ളം മേത്ത് തട്ടുന്നതിൽ ആളുകൾക്ക് പലപ്പോഴും ഒരു പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ ചുളിഞ്ഞ അവയവങ്ങളിലൊക്കെ വെള്ളം താൻ പ്രയാസം. ശരിക്ക് ചുളിഞ്ഞ അവയവങ്ങളിലൊക്കെ വെള്ളം തേച്ച് റസൂലുള്ളാഹി ഈ മുഴങ്കൈ ഉരച്ച് കഴുകാറുണ്ടായിരുന്നു, വിരലുകൾ വിടർത്തി കഴുകാറുണ്ടായിരുന്നു, അതേപോലെ തന്നെ താടി ചിക്കകറ്റാറുണ്ടായിരുന്നു. വെള്ളം wuduവിന്റെ അവയവങ്ങളിൽ ശരിയാവിധം എത്തിച്ചുകൊണ്ട് wudu ചെയ്യുക, അതാണ് wuduവിൽ ഇഹ്സാൻ. അങ്ങനെ ഒരാൾ wudu ചെയ്യുകയും സുമ്മ യഖൂലു ഹീന യഫ്റഗു മിൻ വുദൂഇഹി, wuduവിൽ നിന്ന് വിരമിക്കുമ്പോൾ ഇപ്രകാരം പറയുകയും ചെയ്താൽ എന്താണ് പറയേണ്ടത്? അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് പ്രഖ്യാപിച്ചാൽ ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നത്തി 8, സ്വർഗത്തിന്റെ 8 കവാടങ്ങളും അയാൾക്ക് തുറക്കപ്പെടുന്നതാണ്. യദ്ഖുലു മിൻ അയ്യിഹാ ശാ, ഈ 8 കവാടങ്ങളിൽ താൻ ഉദ്ദേശിക്കുന്നതിലൂടെ അയാൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ് എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ wudu ചെയ്യുക, നേരാംവിധം wudu ചെയ്യുക. wudu ചെയ്തതിൽ പിന്നെ ഷഹാദത്ത്, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, ഇത് പ്രഖ്യാപിക്കുക. ചില റിവായത്തുകളിൽ
അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹിരീൻ. ഇത് ഇമാം മുസ്ലിമിന്റെ റിവായത്താണ്. അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹിരീൻ എന്നുള്ളത് ഇമാം തുർമുദിയുടെ റിവായത്തിൽ ഏറെ വന്നതാണ്. അപ്പോൾ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നവർക്കാണ് സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലൂടെയും സ്വർഗത്തിലേക്ക് ക്ഷണം അല്ലെങ്കിൽ പ്രവേശനം എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലമ തങ്ങൾ ഉണർത്തുകയാണ്. പിന്നീട് സ്വർഗത്തിൽ 8 കവാടങ്ങളിലൂടെയും സ്വർഗത്തിലേക്ക് പ്രവേശനവും ക്ഷണവും ആർക്കാണ്? തിരുനബി പറയുന്നു, ഉത്ബ അസ്സുലമിയിൽ നിന്നുള്ള റിവായത്ത്, മാ മിൻ മുസ്ലിമിൻ യമൂതു ലഹു സലാസത്തുൻ മിനൽ വലദ് ലം യബ്ലുഗുൽ ഹിൽഫ് ഇല്ലാ തലഖൗഹു മിൻ അബ്വാബിൽ ജന്നത്തി ثمانية മിൻ അയ്യിഹാ ശാഅ ദഖൽ. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് കുട്ടികളിൽ നിന്ന് 3 പേർ മരണപ്പെടുന്ന യാതൊരു മുസ്ലിമുമില്ല. സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ നിന്നും അവർ അയാളെ സ്വീകരിക്കാതെ. എന്ന് പറഞ്ഞാൽ ഒരു വാപ്പാക്ക് അല്ലെങ്കിൽ ഒരു ഉമ്മക്ക് 3 കുട്ടികൾ മരണപ്പെട്ടു. ആ കുട്ടികൾ പറക്കമുറ്റുന്നതിന് മുമ്പ്, പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ്. എങ്കിൽ ഈ കുട്ടികൾ മാതാപിതാക്കളെ സ്വർഗ കവാടത്തിൽ കാത്തിരിക്കും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഇല്ല തലഖൗഹു മിൻ അബ്വാബിൽ ജന്ന, സ്വർഗ കവാടങ്ങളിൽ ഈ മക്കൾ മാതാപിതാക്കളെ സ്വീകരിക്കുമെന്നാണ്. എന്നിട്ട് മിൻ അബ്വാബിൽ ജന്നത്തി ثمانية മിൻ അയ്യിഹാ ശാഅ ദഖൽ, സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ അയാൾ ഉദ്ദേശിക്കുന്നതിലൂടെ അയാൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അപ്പോൾ മുസൽമാന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു അനുഗ്രഹമാണിത്. കുട്ടികൾ കുരുന്നുകളായിരിക്കെ മരണപ്പെടുകയും ആ കുട്ടികളുടെ വിഷയത്തിൽ ക്ഷമിക്കുന്ന, സഹിക്കുന്ന രക്ഷിതാവ് ഈ കുട്ടികൾ സ്വർഗ കവാടങ്ങളിൽ അവരുടെ മാതാപിതാക്കളെ കാത്തു കഴിയും. എന്നിട്ട് ഹൃദ്യമായ സ്വീകരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഈ രക്ഷിതാവിന് സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ താൻ ഉദ്ദേശിക്കുന്നതിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാം എന്നാണ്. സ്വർഗ കവാടങ്ങളിൽ 8 കവാടങ്ങളിൽ താൻ ഉദ്ദേശിക്കുന്നതിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ മറ്റൊരു മഹനീയ കർമ്മം നബി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹ, ഒരു സ്ത്രീ തൻ്റെ 5 വഖ്ത് നമസ്കാരങ്ങൾ നമസ്കരിച്ചാൽ 5 വഖ്ത് ഫർദ് നമസ്കാരം നിർവഹിച്ചാൽ, വസാമത് ഷഹ്റഹ, റമദാൻ മാസത്തിൽ അവർ നോമ്പനുഷ്ഠിക്കുകയും ചെയ്താൽ, വഹഫിദത് ഫർജഹ, അവൾ അവളുടെ ലൈംഗികാവയവത്തെ കാത്തു സൂക്ഷിക്കുകയും ചെയ്താൽ, വഅതാഅത് സൗജഹ, ഭർത്താവിനെ അവൾ അനുസരിക്കുകയും ചെയ്താൽ, ഖീല ലഹ, ആ സ്ത്രീയോട് പറയപ്പെടും, ഉദ്ഖുലിൽ ജന്ന മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശിഇത്, സ്വർഗീയ കവാടങ്ങളിൽ നീ ഉദ്ദേശിക്കുന്നതിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. ഇത് സ്ത്രീകൾക്കുള്ള ഒരു ആനുകൂല്യമാണ്, സ്ത്രീകൾക്കുള്ള ഒരു ആദരവാണ്. എന്താണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്? ഒരു സ്ത്രീ അവൾ 5 വഖ്ത് നമസ്കാരങ്ങൾ നിർവഹിക്കുന്നവരാണ്, റമദാനിൽ നോമ്പനുഷ്ഠിക്കുന്നവളാണ്, അവൾ ലൈംഗിക അവയവത്തെ സൂക്ഷിക്കുന്നവളാണ്. എന്ന് പറഞ്ഞാൽ നിഷിദ്ധങ്ങളിൽ അകപ്പെടുന്നതിന് തൊട്ട് സൂക്ഷിക്കുന്ന ഒരു സ്ത്രീ. പിന്നെ ഭർത്താവിനെ അനുസരിക്കുന്ന സ്ത്രീ. ഖീല ലഹ, ആ സ്ത്രീയോടാണ് പറയപ്പെടുക, ഉദ്ഖുലിൽ ജന്ന മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശിഇത്, സ്വർഗത്തിന്റെ കവാടങ്ങളിൽ നീ ഉദ്ദേശിക്കുന്ന സ്വർഗീയ കവാടങ്ങളിലൂടെ പ്രവേശിച്ചു കൊള്ളുക എന്ന്. അപ്പോൾ ഇവിടെ സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലൂടെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്ന, സ്വർഗത്തിലേക്ക് പ്രവേശനം അരുളപ്പെടുന്ന പുണ്യകർമ്മം
അത് സ്ത്രീകളുടെ സൂക്ഷ്മ ജീവിതമാണ്. വിശിഷ്യ വൈവാഹിക ജീവിതത്തിൽ പ്രവേശിച്ച, വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച സ്ത്രീകൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ആദരവാണ് പറയപ്പെട്ടത്. പക്ഷെ അവരെന്തായിരിക്കണം? അവർ ആ ജീവിതം അത് സൂക്ഷ്മതയിൽ അല്ലാഹുവിനുള്ള അവകാശം നിർവഹിച്ച്, ഭർത്താവിനുള്ള അവകാശം നിർവഹിച്ച് അവർ അത് ചിട്ടപ്പെടുത്തുകയും ക്രമപ്പെടുത്തുകയും ചെയ്യണം എന്നുള്ളത്. ഇത്തരുണത്തിൽ ഉമ്മുൽ മുഅ്മിനീൻ മൈമൂന റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരിയായ ഉമാമ ബിൻതുൽ ഹാരിസ് അവരുടെ മകൾ ഉമ്മു ഇയാസിനെ വിവാഹം ചെയ്തു കൊടുത്ത സന്ദർഭത്തിൽ മകളോട് പറഞ്ഞൊരു വസീയത്തുണ്ട്. അത് ഇവിടെ ശ്രദ്ധേയമാണ്. അതായത് മകളെ കല്യാണം, ഉമ്മു ഇയാസിന്റെ കല്യാണം. അപ്പോൾ ഉമാമ ബിൻതുൽ ഹാരിസ് മകളെ വിളിച്ച് നടത്തിയ ഒരു വസീയത്താണ് ഇവിടെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഉമാമ ബിൻതുൽ ഹാരിസ് എന്ന് പറഞ്ഞാൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ മൈമൂന ബിൻതുൽ ഹാരിസ്, അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു ഭാര്യ സൈനബ് ബിൻതുൽ ഹാരിസ്. സൈനബിനെയും മൈമൂനയെയും അവർ സഹോദരിമാരാണ്. സൈനബിന്റെ മരണശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് റസൂലുള്ള മൈമൂനയെ കല്യാണം കഴിക്കുന്നത്. ഇവർ രണ്ടുപേരും സഹോദരിമാരാണ്. അപ്പൊ സൈനബ് മൈമൂന, ഇവരിൽ ഒരു മറ്റൊരു സഹോദരിയാണ് ഉമാമ. അവർ 9 സഹോദരിമാരായിരുന്നു. ബനു മുസ്തലഫ് ഗോത്രക്കാരായ 9 പേരായിരുന്നു. അവരിൽ ഒരാളെയാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചത്, ലുബാബ എന്ന ഉമ്മുൽ ഫദ്ൽ. പിന്നെ മൈമൂന, അതേപോലെ തന്നെ ലുബാബ അസ്സുഗ്റ, സൈനബ്, അതേപോലെ ഈ ഉമാമ. നമ്മൾ ഈ ഉമാമ അവരുടെ മകളുടെ കല്യാണ ദിവസം ഒരു ഉമ്മ മണവാട്ടിയായി പോകുന്ന തന്റെ മകളെ വിളിച്ച് നടത്തിയ ഉപദേശമാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത്. എന്താ മകളോട് പറയുന്നത്? ഐ ബുനയ്യ ഇന്നൽ വസിയ്യത ലൗ തുരികത് ലിഫദ്ലി അദബിൻ ലതറക്തു ദാലിക ലകി. ആവശ്യത്തിന് അതകുണ്ടപ്പോൾ വസിയ്യത്ത് വേണ്ടെന്ന് വെക്കുകയാണ് എങ്കിൽ നിനക്കുള്ള വസിയ്യത്ത് ഞാൻ വേണ്ടെന്ന് വെക്കുമായിരുന്നു. എന്നാൽ വേണ്ടത്ര അതകുള്ള പെണ്ണാണ് നീ. എന്നാലും വലാകിന്നഹ മഊനത്തുൽ ലിൽ ആഖിൽ വതൻബീഹുൽ ലിൽ ഗാഫിൽ. നിനക്ക് പ്രത്യേക ഒരു വസിയ്യത്ത് പറയേണ്ട കാര്യമില്ല, ആവശ്യത്തിന് അതകുണ്ട്. എങ്കിലും വസിയ്യത്ത് എന്നാൽ അത് ബുദ്ധിമാന് ഒരു സഹായമാണ്, അശ്രദ്ധയിൽ ജീവിക്കുന്നവർക്ക് ഒരു ഉത്ബോധനവുമാണ്. അതുകൊണ്ട് തന്നെ ഈ വസിയ്യത്ത് നീ പിടിച്ചോ എന്ന് പറഞ്ഞ മകളോട് പറയുന്ന വസിയ്യത്ത് എന്താണ്? ഐ ബുനയ്യ, മകളെ, ലൗ അന്ന ഇംറഅതൻ ഇസ്തഗ്നത് അൻ സൗജിഹാ ലിഗിന അബവൈഹാ വശിദ്ദതി ഹാജതിഹാ ഇലൈഹാ ലകുൻതു അഗ്ന الناس عن زوجها. അതായത് ഒരു മകളെ വാപ്പാക്കും ഉമ്മാക്കുമാണ് ഭർത്താവിനേക്കാൾ ആവശ്യമായിട്ടുള്ളത്. പ്രത്യേകിച്ച് മാതാപിതാക്കൾ വാർദ്ധക്യത്തിലെത്തിയ സമയത്ത്, അപ്പോഴാണ് കല്യാണപ്രായം. ഭർത്താവിനേക്കാൾ മാതാപിതാക്കൾക്കാണ് ഒരു മകളെ ആവശ്യമായിട്ടുള്ളത്. പക്ഷെ ഒരിക്കലും ഒരു മകൾ ഒരു ഭർത്താവിനെ തൊട്ട് തെന്നിയാകൂല. അതുകൊണ്ട് എന്തായാലും മാതാപിതാക്കൾ വാർദ്ധക്യത്തിലായിട്ടുണ്ടെങ്കിലും ഒരു ഭർത്താവിനെ കൂടെ പറഞ്ഞയക്കുക എന്നുള്ളത് അനിവാര്യമാണ്. അതില്ലായിരുന്നുവെങ്കിൽ ലകുൻതു അഗ്ന الناس عن زوجك, ഒരു ഭർത്താവിന്റെ പിന്നാലെ നീ പോകുന്നതിനേക്കാൾ നിന്നെ എനിക്കായിരുന്നു ആവശ്യം. വലാകിന്ന النساء للرجال خلق, പക്ഷെ പുരുഷന്മാർക്ക് വേണ്ടിയാണ് സ്ത്രീകളെ സൃഷ്ടിക്കപ്പെട്ടത്. വലഹുന്ന ഖുലിഖ الرجال, സ്ത്രീകൾക്ക് വേണ്ടിയാണ് പുരുഷന്മാരെ സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും നിന്നെ ഒരു ഭർത്താവിന്റെ കൂടെ പറഞ്ഞയക്കൽ അനിവാര്യമാണ്. എന്നിട്ട് പറയണം, ഐ ബുനയ്യ, മകളെ, ലഖദ് ഫാറഖ്തിൽ ഉശ്ശ അല്ലദീ ഫീഹി ദറജ്, നീ വളർന്നു വലുതായ ഒരു കൂട് വിട്ടാണ് നീ പോകുന്നത്. വൽ ബൈത അല്ലദീ മിൻഹു ഖറജ്, നീ ജനിച്ച ഒരു വീട് വിട്ടാണ് നീ പോകുന്നത്. ഇലാ മക്കാനിൻ ലം തഅരിഫി, നിനക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലത്തേക്ക്. വഖരീനിൻ ലം തഅരിഫി, നീ ഇണങ്ങിയിട്ടില്ലാത്ത ഒരു കൂട്ടുകാരന്റെ അടുക്കലേക്കാണ് പോകുന്നത്. ഫഖൂനി ലഹു അമ, അതുകൊണ്ട് നീ ചെന്നെടുക്കുന്ന കൂട്ടുകാരന് മുമ്പിൽ
ഒരു വൃത്തിയെ പോലെ പെരുമാറുക. യകുല്ലക്കി അബ്ദ, എങ്കിൽ നിന്റെ ഭർത്താവ് നിനക്കൊരു അടിമയെ പോലെയായിരിക്കും. വഹ്ഫദി ലഹു ഖിസാലൻ അശ്റൻ, 10 സ്വഭാവങ്ങൾ നീ ഭർത്താവിന് വേണ്ടി സൂക്ഷിക്കുക. തകുൻ ലകി ദുഖ്റ, ഈ 10 സ്വഭാവങ്ങൾ അത് നിനക്കൊരു സൂക്ഷിപ്പ് സ്വത്തായിരിക്കും എന്ന് പറഞ്ഞാണ് ഉമാമ ബിൻതുൽ ഹാരിസ് അൽ മുസ്തലഖിയ മകൾക്ക് 10 വസിയത്തുകൾ നൽകുന്നത്. അമ്മൽ ഊല വസാനിയ, ഒന്നാമത്തെയും രണ്ടാമത്തെയും വസിയത്ത് ഫൽ ഖുദൂ ലഹു ബിൽ ഖനാഅ, മനപ്പൊരുത്തത്തോടു കൂടി ഭർത്താവിന് കീഴൊതുങ്ങണം. വഹുസ്നി സംഇ ലഹു വത്താഅ, ഭർത്താവിനെ കേൾക്കുകയും ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്യണം. ഇതാണ് 1ഉം 2ഉം വസിയത്ത്. ഇനി 3ഉം 4ഉം വസിയത്ത്. വഅമ്മ സാലിസത്തു വറാബിഅ, മൂന്നാമത്തെയും നാലാമത്തെയും വസിയത്ത് ഫതഫഖുദു ലിമവാദിനി ഐനിഹി വഅൻഫിഹി, ഭർത്താവിന്റെ കണ്ണ് നിന്റെ ശരീരത്തിൽ പതിക്കുന്ന സ്ഥലം നീ അറിയണം. ഭർത്താവിന്റെ മൂക്ക് നിന്റെ ശരീരത്തിൽ മണക്കുന്ന സ്ഥലവും നീ സൂക്ഷിക്കണം, നീ അറിയണം. ഫലാ തഖറ ഐനുഹു മിൻകി അലാ ഖബീഹ്, ഭർത്താവ് നിന്നെ നോക്കുമ്പോൾ ഒരു വൃത്തികെട്ട സ്ഥലത്ത് ഭർത്താവിന്റെ കണ്ണ് നിന്നിൽ പതിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഭർത്താവിന് മോശമായൊരു ദൃശ്യം നിന്നിൽ ഉണ്ടാകാൻ പാടില്ല. വലാ യശുമ്മു മിൻകി ഇല്ലാ അത്യബ റീഹ്, ഭർത്താവിന് നിന്നിൽ നിന്ന് നല്ല മണമല്ലാതെ ഒരു മണം ഉണ്ടാകാനും പാടുള്ളതല്ല. എന്നിട്ട് പറയാണ് വഅമ്മൽ ഖാമിസത്തു വസ്സാദിസ, 5ാമത്തെയും 6ാമത്തെയും സ്വഭാവങ്ങൾ ഫതഫഖുദു ലിവഖ്തി മനാമിഹി വതആമിഹി, ഭർത്താവിന്റെ ഉറക്ക സമയവും ഭർത്താവിന്റെ ഭക്ഷണ സമയവും നീ മനസ്സിലാക്കുക എന്നുള്ളത്. കാരണം ഫഇന്ന ഹറാറത്തുൽ ജൂഇ മുൽഹിബ വതൽഗീസ അൻ-നൗം മുഖ്ദിബ, ഭർത്താവിന് വിശക്കുക എന്നുള്ളത് കോപം ആളി കത്തിക്കുന്ന, ഭർത്താവിന്റെ ഉറക്കം പോവുക എന്നുള്ളത് ഭർത്താവിനെ കോപാകുലനാക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് ഉറങ്ങുന്ന സമയം ഉറങ്ങാൻ സമ്മർദ്ദിക്കണം. വിശപ്പിന്റെ സമയം വിശപ്പിന് അന്നം ഒരുക്കി ഭർത്താവിനെ ഊട്ടണം എന്നാണ് ഉമാമ മകളോട് നൽകുന്നതായ വസിയത്ത്. ഇനി പറയുകയാണ് വഅമ്മ സാബിഅ വസ്സാമിന, 7ാമത്തെയും 8ാമത്തെയും സ്വഭാവങ്ങൾ ഫൽഇർആഉ ലിമാലിഹി വഇയാലിഹി, ഭർത്താവിന്റെ സ്വത്തും ഭർത്താവിന്റെ കുടുംബവും അത് പരിപാലിക്കണം. വമിലാകുൽ അംരി ഫിൽ മാൽ ഹുസ്നു തദ്ബീർ വഫിൽ ഇയാൽ ഹുസ്നു തഖ്ദീർ, സ്വത്തിൽ അതിനെ സംരക്ഷിക്കൽ എങ്ങനെയാണ്? അത് നല്ല നിലയിൽ തദ്ബീർ ചെയ്താണ്. എങ്ങനെ എത്ര വേണം ചെലവഴിക്കണം, എങ്ങനെ ചെലവഴിക്കണം, അത് വേസ്റ്റ് ആക്കാതെ പോയി പോകാതെ രീതിയിലുള്ളതായ ചെലവഴിക്കൽ. അതേപോലെ കുടുംബത്തിൽ വഫിൽ ഇയാൽ ഹുസ്നു തഖ്ദീർ, കുടുംബത്തിൽ ഭർത്താവിനെ പാലിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പരിഗണനയിൽ കുടുംബത്തെ നോക്കുക എന്നുള്ളതാണ്. എന്നിട്ട് പറയുന്നു വഅമ്മ താസിയത്തു വൽ ആശിറ, 9ാമത്തെയും 10ാമത്തെയും സ്വഭാവങ്ങൾ ഫലാ തഅസി ലഹു അംറ, ഭർത്താവിനോടൊരു കൽപ്പനയിൽ ധിക്കാരം പ്രവർത്തിക്കരുത്. വലാ തഫ്ശി ലഹു സിർറ, ഭർത്താവിന്റെ രഹസ്യം അത് പരസ്യപ്പെടുത്തരുത്. ഫഇന്നകി ഇൻ അസൈതി അംറഹു, കാരണം ഭർത്താവിന്റെ കൽപ്പന നീ ധിക്കരിച്ചാൽ ഔഗർതി സദ്റഹു, ഭർത്താവിനെ നിനക്കെതിരിൽ രോഷമുണ്ടാക്കുന്നതാക്കി. വൈൻ അഫ്ശൈതി സിർറഹു, ഭർത്താവിന്റെ രഹസ്യം നീ വെളിപ്പെടുത്തിയാൽ പരസ്യപ്പെടുത്തിയാൽ ലം തഅ്മനി ഖദ്റഹു, ഭർത്താവ് നിന്നെ പറ്റിക്കും എന്നതിൽ നിനക്കൊരിക്കലും നിർഭയപ്പെടാനാവില്ല. നീ രഹസ്യം പുറത്താക്കിയില്ലെങ്കിൽ ഭർത്താവ് നിന്നെ ചതിക്കുന്ന ഒരു നാളെ നിന്നെ തേടി വരും എന്നാണ് ഉമ്മാമ പറയുന്നത്. വഇയ്യാകി വൽ കആബ ബൈന യദൈഹി ഇൻ കാന ഫറഹൻ, ഭർത്താവ് സന്തോഷത്തിലാണ് എങ്കിൽ ആ സന്തോഷത്തിലുള്ള ഭർത്താവിന് മുന്നിൽ നീ ഒരിക്കലും മ്ലാനതയിൽ കഴിയാൻ പാടുള്ളതല്ല. സുമ്മ ഇയ്യാകി വൽ ഫറഹ് ബൈന യദൈഹി, പിന്നെ നീ സൂക്ഷിക്കേണ്ടത് ഭർത്താവിന് മുമ്പിൽ സന്തോഷിക്കലാണ്. എപ്പോൾ ഇൻ കാന മുക്തഇബ, ഭർത്താവ് ദുഃഖത്തിൽ മ്ലാനതയിലാണ് എങ്കിൽ ആ ഭർത്താവിന് മുമ്പിൽ നീ സന്തോഷിച്ച് സന്തോഷം പ്രകടിപ്പിക്കുക എന്നുള്ളത് നീ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഉമാമ ബിൻതുൽ ഹാരിസ് അൽ മുസ്തലഖിയ റളിയല്ലാഹു തആല അൻഹ തന്റെ മകൾ ഉമ്മു അയ്യാസിനെ വിവാഹം കഴിച്ചു വിടുന്ന കല്യാണ രാത്രി മകൾ വിളിച്ചു നൽകിയ ഈ 10 ഉപദേശങ്ങൾ അത് വളരെ മഹനീയമായ ഉപദേശങ്ങളാണ്. ഇസ്ലാമിക ലോകത്തിലെ പണ്ഡിതന്മാർ ഈ ഉപദേശങ്ങൾ ഈ വിഷയത്തിൽ പറയുന്നത് ഒരു സ്ത്രീ
ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കുവാൻ ഈ സ്വഭാവങ്ങൾ അവർക്ക് കരണീയമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ തിരുനബി പറഞ്ഞത് 5 വക്ത നമസ്കാരം അത് കൃത്യമാക്കുക, റമദാൻ മാസത്തിൽ നോമ്പ് നോൽക്കുക, അതേപോലെ തന്നെ ലൈംഗികാവയവത്തെ സൂക്ഷിക്കുക, ഭർത്താവിനെ അനുസരിക്കുക. ഈ പ്രവണതകൾ ഒരു പെണ്ണിലുണ്ടായാൽ അവൾ സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളിലൂടെയും സ്വർഗത്തിലേക്ക് പ്രവേശനം അരുളപ്പെടുന്നവളാണ് എന്നുള്ളതാണ്. ആ മഹാഭാഗ്യം ലഭിക്കുവാൻ റബ്ബിനുള്ള ഹക്ക് സ്ത്രീ നൽകണം, ഭർത്താവിനുള്ള ഹക്കും സ്ത്രീ വകവെക്കണം എന്നുള്ളത്. സ്വർഗ കവാടം എന്ന വിഷയത്തിൽ ഒരു ഭാഗം, സ്വർഗ കവാടം ആദ്യമായി മുട്ടുന്ന ഒരു വ്യക്തിത്വം അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലമ തങ്ങളാണ് എന്നുള്ളതാണ്. വഅന അവ്വലു മൻ യഖറഉ ബാബൽ ജന്നഹ്, തിരുനബി പറഞ്ഞിട്ടുണ്ട് ഞാനാണ് സ്വർഗ കവാടം ആദ്യമായി മുട്ടുക എന്നുള്ളതാണ്. ആതി ബാബൽ ജന്നഹ്, തിരുനബി പറയുകയാണ് സ്വർഗവാതിലിൽ ഞാനെത്തും യൗമൽ ഖിയാമ, അന്ത്യനാളിൽ. ഫസ്തഫ്തിഹ്, സ്വർഗ കവാടം തുറക്കുവാൻ ആവശ്യപ്പെടും. സ്വർഗ കവാടം തുറന്നിട്ടാണ് മുത്തഖീങ്ങളെ സ്വർഗത്തിലേക്ക് സ്വീകരിക്കുക. ഹൃദ്യമായ സ്വീകരണമാകുന്നതിന് വേണ്ടിയാണ് വാതിൽ തുറന്നിട്ടത്. അപ്പോഴാണ് സ്വീകരണം ഹൃദ്യമാകുക. ചെന്ന് കുറെ മുട്ടി അരമണിക്കൂർ കാത്തു നിന്ന് അങ്ങനെയാകുമ്പോൾ സ്വീകരണം ഹൃദ്യമല്ല. വിശ്വാസികൾ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുമ്പോൾ അവർക്ക് സ്വർഗ കവാടം തുറന്നു വെക്കപ്പെട്ടതായി കാണാം. അതിലൂടെ അവർക്ക് പ്രവേശനം അരുളപ്പെടും. പക്ഷെ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചെല്ലുമ്പോൾ സ്വർഗ കവാടം അടച്ചിട്ടു എന്ന് പറയുന്നത് എന്തിനാണ്? അത് തിരുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മഹത്വവും തിരുനബിയോടുള്ള ഒരു പ്രത്യേക ആദരവും അറിയിക്കാനാണ്. ആദ്യമായി സ്വർഗത്തിലേക്ക് പ്രവേശനം അരുളപ്പെടുന്ന വ്യക്തി അത് തിരുനബിയാണ്. തിരുനബിക്ക് വേണ്ടിയാണ് അത് ആദ്യം തുറക്കപ്പെടുക എന്നുള്ളത് ഒരു സ്ഥാനമാണ്, തിരുനബിക്കുള്ള ഒരു പ്രത്യേകതയുമാണ്. അതറിയിക്കാനാണ് ഈ തിരുമൊഴി ഇപ്രകാരം നമുക്ക് പഠിപ്പിക്കപ്പെട്ടത്. തിരുനബി പറയുകയാണ് ആതി ബാബൽ ജന്ന, സ്വർഗവാതിലിൽ ഞാൻ എത്തും യൗമൽ ഖിയാമ, അന്ത്യനാളിൽ. ഫസ്തഫ്തിഹു, ഞാൻ സ്വർഗവാതിൽ തുറക്കാൻ ആവശ്യപ്പെടും. ഫയഖൂലുൽ ഖാസിൻ, അപ്പോൾ സ്വർഗ കവാടത്തിൽ കാവൽ നിൽക്കുന്ന മലക്ക് ചോദിക്കും മൻ അൻത, ആരാണ് താങ്കൾ? ഫഅഖൂൽ മുഹമ്മദ്, ഞാൻ പറയും മുഹമ്മദാണ് ഞാൻ. ഫയഖൂൽ, അപ്പോൾ ഖാസിൻ സ്വർഗ കവാടത്തിലെ കാവൽ മലക്ക് പറയും ബിക ഉമിർത്, നിനക്ക് വേണ്ടി ഇത് തുറക്കപ്പെടുവാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ലാ അഫ്തഹു ലി അഹദിൻ ഖബ്ലക്, താങ്കൾക്ക് മുമ്പ് ഒരാൾക്കും ഞാൻ ഇത് തുറന്നിട്ടില്ല അല്ലെങ്കിൽ തുറക്കുകയില്ല എന്ന് മലക്ക് പ്രതികരിക്കുമെന്നാണ്. അപ്പൊ ആദ്യമായി സ്വർഗ കവാടം തുറക്കപ്പെടുകയും സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കപ്പെടുകയും ചെയ്യുന്ന വ്യക്തിത്വം അത് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങളാണ്. ഉമ്മത്തികളിൽ നിന്ന് ആദ്യം സ്വർഗ കവാടം താണ്ടുന്നത് ആര്? ഇമാം അബൂ ദാവൂദ് റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് അതാനി ജിബ്രീൽ, ജിബ്രീൽ എൻ്റെ അടുക്കൽ വന്നു. ഫഅഖദ ബിയദി, ജിബ്രീൽ എൻ്റെ കൈ പിടിച്ചു. ഫഅറാനി ബാബൽ ജന്ന, എന്നിട്ട് സ്വർഗ കവാടം ജിബ്രീൽ എനിക്ക് കാണിച്ചു തന്നു. അല്ലദീ തദ്ഖുലു മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തികൾ പ്രവേശിക്കുന്ന സ്വർഗ കവാടമാണ് എനിക്ക് കാണിച്ചു തന്നത്. ഫഖാല അബൂബക്കർ, ഈ സമയം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, വദിത്തു അന്നി കുൻതു മഅക ഹത്താ അൻദുറ ഇലൈഹി, നിങ്ങളോടൊപ്പം ആ സ്വർഗ കവാടം നോക്കുവാൻ ഞാനും ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോയി. നിങ്ങൾ സ്വർഗ കവാടം ജിബ്രീലിനോടൊത്ത് കാണുമ്പോൾ നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടായെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോയി. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ സമയം അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അമാ ഇന്നക യാ അബൂബക്കർ, അബൂബക്കർ താങ്കൾ അവ്വലു മൻ യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തികളിൽ നിന്ന് ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വ്യക്തിയായിരിക്കും. എൻ്റെ ഉമ്മത്തികളിൽ നിന്ന് നിങ്ങളായിരിക്കും ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയുണ്ടായി. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളിൽ ആദ്യമായി സ്വർഗത്തിലേക്കുള്ള പ്രവേശനം അരുളപ്പെടുന്ന വ്യക്തി അത് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിക്കുകയാണ്. സ്വർഗ കവാടത്തിൽ മറ്റൊരു ആദരവിന്റെ
സംഭവം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുകയാണ്. സഹീഹായി സുനൻ തുർമുദിയിൽ റിവായത്ത് ചെയ്യപ്പെടുന്ന ഹദീസ്. എന്താ തിരുനബി പറയുന്നത്? അതാലമു അവ്വല സുംറത്തിൻ തദ്ഖുലുൽ ജന്നത മിൻ ഉമ്മത്തി. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു അസ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി പറയാണ്, എന്റെ ഉമ്മത്തികളിൽ നിന്ന് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആദ്യ കൂട്ടത്തെ നിങ്ങൾക്കറിയുമോ അംർ? അപ്പോ അവർ പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അലം, അല്ലാഹുവിനും അല്ലാഹുവിന്റെ റസൂലിനുമാണ് കൂടുതൽ അറിയുക. തിരുനബി പറയാണ്, ആരാ സ്വർഗത്തിൽ ആദ്യമായി പ്രവേശിക്കുന്ന കൂട്ടം? തിരുനബിയുടെ ഉമ്മത്തികളിൽ വ്യക്തി ആരാണ് നമ്മൾ മനസ്സിലാക്കിയ? അബൂബക്കർ റളിയല്ലാഹു അൻഹു. ആദ്യ കൂട്ടം തിരുനബി പറയുന്നു ഫുഖറാഉൽ മുഹാജിരീൻ. അവർ മുഹാജിരീങ്ങളിലെ ഫുഖറാക്കളാണ്, സാധുക്കളാണ്. യഗ്തൂന യൗമൽ ഖിയാമ ഇലാ ബാബിൽ ജന്ന. അന്ത്യനാളിൽ അവർ സ്വർഗ കവാടത്തിലേക്ക് വരും. വയസ്തഫ്തിഹൂൻ. അങ്ങനെ അവർ സ്വർഗ കവാടം തുറക്കുവാൻ ആവശ്യപ്പെടും. സ്വർഗ കവാടം തുറക്കപ്പെട്ട രീതിയിലാണ് അവരിലേക്ക് സ്വീകരണം. പക്ഷെ ഇവിടെ സ്വർഗ കവാടം അടക്കപ്പെട്ടത് കാണുന്നത് ഈ ഫുഖറാഉൽ മുഹാജിരീനുള്ള മഹത്വവും അവർക്കുള്ള പ്രത്യേക സ്ഥാനവും അതറിയുവാൻ വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു വിവരണം വിവിധം നൽകുന്നത്. സ്വർഗ കവാടം തുറക്കുവാൻ അവർ ആവശ്യപ്പെടും. ഫയഖൂലു ലഹുൽ ഖസന. അപ്പോൾ സ്വർഗ കവാടങ്ങളുടെ കാവൽക്കാരൻ ഈ ഫുഖറാഉൽ മുഹാജിരീങ്ങളോട് പറയും, അവഖദ് ഹുസിബ്തും, നിങ്ങൾക്ക് വിചാരണ കഴിഞ്ഞു, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾക്കുള്ള വിചാരണ തീർന്നോ എന്ന് ചോദിക്കും. ഖാലു. അപ്പോൾ ഫുഖറാഉൽ മുഹാജിരീൻ, മുഹാജിരീങ്ങളിലെ ദരിദ്രരായ മനുഷ്യർ അവർ ചോദിക്കും, ബിഅയ്യി ശൈഇൻ നുഹാസബ്, എന്തിന്റെ വിഷയത്തിലാണ് ഞങ്ങൾ വിചാരണയ്ക്ക് വിധേയരാക്കപ്പെടുക? വഇന്നമാ കാനത് അസ്യാഫുനാ അലാ വാതിഖിനാ ഫീ സബീലില്ലാഹ്, നിശ്ചയം ഞങ്ങളുടെ വാളുകൾ ഞങ്ങൾ മരണം വരിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞങ്ങളുടെ ചുമലുകളിൽ തൂക്കപ്പെട്ടതായിരുന്നു. വഇന്നമാ കാനത് അസ്യാഫുനാ അലാ വാതിഖിനാ ഫീ സബീലില്ലാഹ് ഹത്താ മിത്നാ അലാ ദാലിക്. അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്നവരായിട്ടാണ് ഞങ്ങൾ മരണം വരിച്ചത്. തിരുനബി പറയുകയാണ്, ഫയുഫ്തഹു ലഹും, അവർക്ക് സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടും. ഫയഖീലൂന ഫീഹാ 40 ആമൻ ഖബ്ല അൻ യദ്ഖുലഹ അന്നാസ്. ആ തുറക്കപ്പെട്ട സ്വർഗ കവാടങ്ങളിലൂടെ അവർ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ, മുഹാജിരീങ്ങളിലെ ഫുഖറാക്കൾ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ, ഫയഖീലൂന ഫീഹാ, സ്വർഗത്തിൽ അവർ ഉച്ചയുറങ്ങും, ഖൈലൂല ഉറങ്ങും. 40 ആമൻ, 40 വർഷം. ഖബ്ല അൻ യദ്ഖുലഹ അന്നാസ്, ജനങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന്റെ മുമ്പ്. അപ്പൊ ജനങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന്റെ 40 വർഷം മുമ്പ് ഈ ഫുഖറാഉൽ മുഹാജിരീങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ച അതിൽ അവർ വിശ്രമിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അപ്പോ സ്വർഗ കവാടത്തിന്റെ ഓരത്ത് നടക്കുന്ന ഒരു രംഗം, അത് ഫുഖറാഉൽ മുഹാജിരീന്റെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇപ്രകാരം. ഇനി സ്വർഗത്തിൽ അതിൻ്റെ വലത് ഭാഗത്തൊരു കവാടം, അതിനെക്കുറിച്ചുള്ള പരാമർശം പ്രത്യേകമായിട്ടുണ്ട്. എന്താണത്? സ്വർഗത്തിൽ അതിന് ഒരു അൽ ബാബുൽ ഐമൻ മിൻ അബ്വാബിൽ ജന്ന, സ്വർഗ കവാടങ്ങളിലെ വലത് ഭാഗത്തൊരു വാതിൽ. ആ വാതിലിന് ഒരു പ്രത്യേകത. അതെന്താണ്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷഫാഅത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ വിശദീകരിച്ചപ്പോൾ ഹദീസിൽ പറഞ്ഞു, തിരുനബി ഷഫാഅത്തിന് വേണ്ടി അള്ളാഹുവിന്റെ അനുമതി കിട്ടുവാൻ അള്ളാഹുവിന്റെ സുജൂദിൽ അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തി കുറെ കാലം സുജൂദിൽ കിടക്കും. ഈ സന്ദർഭത്തിൽ അള്ളാഹു കുറെ സമയം അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തി തിരുനബി സുജൂദിൽ കിടക്കുമ്പോൾ അള്ളാഹു പറയുന്നു, യാ മുഹമ്മദ്, മുഹമ്മദ് ഇർഫഅ റഅസക, നീ തല ഉയർത്തു, താങ്കൾ തല ഉയർത്തു. സൽതോട്ടഹു, ചോദിച്ചോളൂ, താങ്കൾക്ക് നൽകപ്പെടും. വഷ്ഫഅ തുശഫഅ, ശുപാർശ പറയൂ, നിങ്ങളുടെ ശുപാർശ സ്വീകരിക്കപ്പെടും. തിരുനബി പറയുകയാണ്, ഫഅർഫഉ റഅസി, അങ്ങനെ സുജൂദിൽ നിന്ന് ഞാൻ എൻ്റെ തല ഉയർത്തും. ഫഅഖൂൽ, ഞാൻ പറയും, ഉമ്മത്തി യാ റബ്ബ്, റബ്ബേ എൻ്റെ ഉമ്മത്തികളെ വിചാരണക്കെടുക്കും. ഉമ്മത്തി യാ റബ്ബ്, എൻ്റെ ഉമ്മത്തികളെ റബ്ബേ വിചാരണക്കെടുക്ക് എന്ന് പറയും. ഫയുഖാൽ, ഈ സന്ദർഭത്തിൽ പറയപ്പെടും, യാ മുഹമ്മദ്, മുഹമ്മദ്
അദ്ഖിൽ മിൻ ഉമ്മതിക മൻ ലാ ഹിസാബ അലൈഹിം മിനൽ ബാബിൽ ഐമനി മിൻ അബ്വാബിൽ ജന്ന വഹും ശുറകാഉ നാസി ഫീമാ സിവാ ദാലിക മിനൽ അബ്വാബ്. അതെന്താ? മുഹമ്മദ് അദ്ഖിൽ മിൻ ഉമ്മതിക, നിങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് നിങ്ങൾ പ്രവേശിപ്പിക്കുക. ആരെ? മൻ ലാ ഹിസാബ അലൈഹിം, അവരിൽ വിചാരണയില്ലാത്തവരെ. എങ്ങനെ? മിൻ ബാബിൽ ഐമനി മിൻ അബ്വാബിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ കവാടങ്ങളിൽ വലതു ഭാഗത്തെ കവാടത്തിലൂടെ. വഹും ശുറകാഉ നാസി ഫീമാ സിവാ ദാലിക മിനൽ അബ്വാബ്, സ്വർഗത്തിന്റെ ഇതര കവാടങ്ങളിൽ അവർ ജനങ്ങളോടൊപ്പം പങ്കാളികളുണ്ട്. അപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളിൽ വിചാരണയ്ക്ക് വിധേയമാക്കാത്ത വിഭാഗം ആളുകൾ അവർ സ്വർഗത്തിലേക്ക് പ്രവേശനം അരുളപ്പെടുന്നത് സ്വർഗത്തിന്റെ വലതു ഭാഗത്തുള്ള കവാടത്തിലൂടെയാണ്. അതിനർത്ഥം സ്വർഗത്തിന്റെ ഇതര കവാടങ്ങളിലൂടെ അവർക്ക് പ്രവേശനമില്ല എന്നല്ല. പിന്നെയോ തിരുനബി പറയുന്നത് വഹും ശുറകാഉ നാസ് ഫീമാ സിവാ ദാലിക മിനൽ അബ്വാബ്, സ്വർഗത്തിന്റെ ഇതര വാതിലുകളിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ അവർ ആളുകളോടൊപ്പം പങ്കാളികളുമാണ്. കാരണം അവർക്ക് ഇഷ്ടമുള്ള വാതിലൂടെയൊക്കെ വരാം. പക്ഷേ വിചാരണയില്ലാത്തവർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സ്വർഗത്തിന്റെ വലതു ഭാഗത്തുള്ള കവാടമാണ് എന്നാണ് ഇവിടെ ഈ ഹദീസ് നമ്മളെ അറിയിക്കുന്നത്. ആരാ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശനം അരുളപ്പെടുന്ന ഭാഗ്യവാന്മാർ? അവരുടെ എണ്ണം എത്രയാണ്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അന്ത്യനാളിൽ അവിടുത്തെ ഉമ്മത്തികൾ വിചാരണയുടെ വേദിയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് കാണിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത് ഹാദിഹി ഉമ്മത്തുക, ഇത് നിങ്ങളുടെ ഉമ്മത്തികളാണ്. തിരുനബിയുടെ ഉമ്മത്തിനെ കാണിച്ചു. എന്നിട്ട് പറയാം വമഅഹും 70,000, ആ കൂട്ടത്തിൽ 70,000 ആളുകളുണ്ട്. യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. ബിഗൈരി ഹിസാബിൻ വലാ അദാബ്, യാതൊരു വിചാരണയും യാതൊരു ശിക്ഷയുമില്ലാതെ. ഇപ്പൊ വിചാരണക്ക് വിധേയരാകാതെ ശിക്ഷയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന 70,000 ആളുകൾ ഉമ്മത്തികളിലുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയപ്പെട്ടു. ആരാണ് ആ 70,000 ആളുകൾ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഹുമുൽ ലദീന ലാ യസ്തർഖൂൻ വലാ യക്തവൂൻ വലാ യതതയ്യറൂൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവരാണ് ഹുമുൽ ലദീന ലാ യസ്തർഖൂൻ, അവരാണ് മന്ത്രിക്കുവാൻ ആവശ്യപ്പെടാത്തവർ. മന്ത്രിക്കുവാൻ ആവശ്യപ്പെടാത്തവർ. വലാ യക്തവൂൻ, അവരാണ് കയ്യ് ചികിത്സ ചെയ്യാത്തവർ. കയ്യ് ചികിത്സ എന്ന് പറഞ്ഞാൽ ഒരു തരം ജാഹിലിയത്തിലെ ചികിത്സയായിരുന്നു. ആയുധം ചൂടാക്കി അതുകൊണ്ടുള്ള ഒരു തരം ചികിത്സ രീതി. ആ ചികിത്സയെ കുറിച്ച് ചില മൂഢവിശ്വാസങ്ങൾ അവർക്കുണ്ടായിരുന്നു. ആ ചികിത്സ നിർവഹിക്കാത്തവരാണ് ഇവർ എന്നാണ് പറയുന്നത്. അതേപോലെ വലാ യതതയ്യറൂൻ, അവരാണ് ശകുനം നോക്കാത്തവർ. ശകുനം നോക്കുക എന്നുള്ളത് ഖീറത്ത്. ഒരു കാര്യത്തിന് ഉദ്യമിച്ചാൽ അവർ ചില പ്രവൃത്തികൾ ചെയ്യുമായിരുന്നു. ഒരു പക്ഷിയെ പിടിക്കും ഒരു യാത്രക്ക് മുന്നോടിയായി. എന്നിട്ട് പക്ഷി വലതു ഭാഗത്തേക്ക് പാറിയാൽ അവർ യാത്ര തുടർത്തും. പക്ഷി ഇടതു ഭാഗത്തേക്കാണ് പറക്കുന്നത് എങ്കിൽ യാത്ര നിർത്തും. ശകുന ദർശനം നടത്തുമായിരുന്നു. ഇങ്ങനെ ശകുനത്തെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, ശകുന ദർശനം അത് ശിർക്കാണ്. ഈ പ്രവൃത്തി ചെയ്യാത്തവർ അവരാണ് വിചാരണയില്ലാതെ ശിക്ഷയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന 70,000 ആളുകൾ. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരവരുടെ റബ്ബിൽ മാത്രം തവക്കുലാക്കി തങ്ങളുടെ കാര്യങ്ങൾ അവരുടെ അകവും പുറവും റബ്ബിൽ തവക്കുലാക്കി ജീവിക്കുന്ന വിശ്വാസം സാക്ഷാത്കൃതമായ ആളുകൾ, അവരാണ് ഈ 70,000 ആളുകൾ എന്നുള്ളത്. അതാണ് ഇവിടെ ഈ പ്രയോഗത്തിന്റെ അർത്ഥവും. ലാ യസ്തർഖൂൻ വലാ യക്തവൂൻ വലാ യതതയ്യറൂൻ, മന്ത്രിക്കാൻ ആവശ്യപ്പെടില്ല. കയ്യ് ചികിത്സ ഈ ആ തെറ്റായ വിശ്വാസത്തോടൊപ്പം അത് നിർവഹിക്കില്ല. അല്ലെങ്കിൽ ശാരീരിക പീഡയാകും വിധമുള്ള ആ ചികിത്സ നിർവഹിക്കില്ല. പിന്നെ ശകുനം നോക്കില്ല. റബ്ബിൽ മാത്രം അവർ തവക്കുലാക്കുന്നവരാണ്. ആ പ്രയോഗം അറിയിക്കുന്നത് എന്താ? വിശ്വാസം സാക്ഷാത്കരിച്ചവരാണ് അവർ എന്നുള്ളത്. വിശ്വാസ സാക്ഷാത്കാരത്തിന്റെ ഭാഗമാണ്, അതിന്റെ സ്വഭാവവും അതിന്റെ വിശേഷണവുമാണ് ഒരാൾ മറ്റൊരാളോട് മന്ത്രിക്കാൻ ആവശ്യപ്പെടാതിരിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ ഈ തെറ്റായ വിശ്വാസം വെച്ചുകൊണ്ടുള്ളതായ കയ്യ് ചികിത്സ നിർവഹിക്കാതിരിക്കുക എന്നുള്ളത്. പല അറബികൾക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായി. അതേപോലെ ശകുനം നോക്കാതിരിക്കുക എന്നുള്ളത്.
റബ്ബിൽ മാത്രം തവക്കുലാക്കുക എന്നത്. അവരാണ് 70,000 ആളുകൾ. അവരാണ് തൗഹീദിനെ സാക്ഷാത്കരിച്ചവർ. അവർക്കാണ് വിചാരണയില്ലാത്തത്, അവർക്കാണ് ശിക്ഷയില്ലാത്തത്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുന്നത്. മറ്റൊരു റിവായത്തിലുള്ളത് ഇമാം തുർമുദിയുടെ റിവായത്താണ്. പ്രസ്തുത റിവായത്ത് സഹീഹാണ്. അതിൽ പറയുന്നത് വഅദനി റബ്ബി, എൻ്റെ റബ്ബ് എനിക്ക് വാഗ്ദാനം നൽകി അയ്യുദ്ഖിലൽ ജന്നത മിൻ ഉമ്മതി, എൻ്റെ ഉമ്മത്തികളിൽ നിന്ന് അല്ലാഹു സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും 70,000 ആളുകളെ. ലാ ഹിസാബ അലൈഹിം, അവർക്ക് വിചാരണയില്ല, വലാ അദാബ്, അവർക്ക് ശിക്ഷയുമില്ല എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർത്തി പറയുകയാണ്, മാ കുല്ലി അൽഫിൻ 70,000. ഈ 70,000 എന്ന് പറഞ്ഞില്ലേ, അവരിൽ ഓരോ 1000-ഓടൊപ്പവും 70,000 ആളുകൾ ഉണ്ടായിരിക്കും. വസലാസു ഹസയാത്തിൻ മിൻ ഹസയാത്തി റബ്ബി അസ്സ വജൽ, എൻ്റെ രക്ഷിതാവിൻ്റെ കൈവാരലിൽ 3 കൈവാരലുകളും അവരോടൊപ്പം ഉണ്ടായിരിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. തുർമുദി റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. ഹദീസ് സഹിഹാണ്. ഷെയ്ഖ് അൽബാനിയെ പോലുള്ള പണ്ഡിതന്മാർ ഈ ഹദീസിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചു. അപ്പൊ വിചാരണ കൂടാതെ, ശിക്ഷ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ, അവരുടെ എണ്ണം 70,000. പിന്നെ തിന്നെ പറയുകയാണ് ഈ റിവായത്തിൽ, ഓരോ 70,000-ൽ ഓരോ 1000-ഓടൊപ്പവും 70,000 ആളുകൾ. പിന്നെ വസലാസു ഹസയാത്തി മിൻ ഹസയാത്തി റബ്ബി അസ്സ വജൽ, എൻ്റെ റബ്ബിൻ്റെ കൈവാരലിൽ 3 കൈവാരലുകളും അവരോടൊപ്പം വിചാരണ കൂടാതെ, ശിക്ഷ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരായി ഉണ്ടാകും എന്നാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം തങ്ങൾ ഉണർത്തിയത്. ഈ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ, അവർക്കുള്ളതാണ് സ്വർഗത്തിന്റെ വലതു ഭാഗത്തുള്ള ആ അനുഗ്രഹ കവാടം. അവർ ഇതര കവാടങ്ങളിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ മറ്റുള്ളവരോടൊപ്പം പങ്കാളികളുമായിരിക്കും എന്നാണ് ഇവിടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമൊഴിയിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്നത്. സ്വർഗത്തിന് ഒരു കവാടം കൂടി പ്രസിദ്ധമായി പറയപ്പെടുന്നത്, അതാണ് ഔസത്തു അബ്വാബിൽ ജന്ന, സ്വർഗത്തിലെ ഏറ്റവും ഉത്തമമായ കവാടം. ഏതാണ് ഈ സ്വർഗത്തിലെ ഉത്തമമായ കവാടം? ആ കവാടം അതൊരാൾ അതിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ, അത് ലഭിക്കുവാൻ എന്താണ് വർത്തിക്കേണ്ടത്? ഇൻഷാ അല്ലാഹ് നമ്മുടെ ഒരു പ്രസംഗത്തിന്റെ ഒരു വിഷയമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തിലാണ് ഔസത്തു അബ്വാബിൽ ജന്ന, സ്വർഗ കവാടങ്ങളിൽ ഔസത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ആ കവാടം? അതിനു വേണ്ട പ്രവർത്തനം ഏത്? ഇൻഷാ അല്ലാഹ് അത് അടുത്ത ആഴ്ചയിലെ നമ്മുടെ പ്രസംഗ വിഷയമാണ്. ഇവിടെ നമുക്ക് അതിനെക്കുറിച്ചുള്ളൊരു വിഷയം അവതരിപ്പിക്കാനുള്ള സമയം തീർന്നുപോയി. ഇൻഷാ അല്ലാഹ് ഇവിടെ ഈ ക്ലാസിന്റെ അവസാനത്തിൽ ഉണർത്താനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമായി, വാനങ്ങളെക്കാൾ ഭൂമിയേക്കാൾ വിശാലമായ ഒരു സ്വർഗമാണ് അവന്റെ കാരുണ്യത്തിന്റെ ഭവനമാക്കി ഒരുക്കിയിട്ടുള്ളത്. ആ കവാടത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചതിന്റെ, പടച്ചതിന്റെ ചില പ്രത്യേകതകൾ നമ്മൾ കേൾക്കുകയുണ്ടായി. ആ കവാടം, ആ സ്വർഗത്തിന് 8 കവാടങ്ങൾ, വീതിയേറിയ വിശാലതയുള്ള 8 കവാടങ്ങൾ. ആ 8 കവാടങ്ങളിലൂടെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്നവരുണ്ട്. അതിലൂടെ റയ്യാനിലൂടെ ക്ഷണിക്കപ്പെടുന്നവരുണ്ട്. അതിൻ്റെ അൽബാബുൽ ഐമനിലൂടെ ക്ഷണിക്കപ്പെടുന്നവരുണ്ട്. ഈ ക്ഷണിക്കപ്പെടുന്നവരിൽ നമ്മൾ ഒരാളാവേണ്ടേ? അത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഒരു നാൾ വീതിയും വിശാലവുമേറിയ ഈ സ്വർഗ കവാടം ജനക്കൂട്ടങ്ങളാൽ നിറഞ്ഞു നിൽക്കും, തിങ്ങി നിറയും എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. ആ തിങ്ങി നിറയുന്നവരിൽ ഒരാളാകുവാൻ നമ്മൾ കൊതിക്കുകയും ആഗ്രഹിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യേണ്ടതില്ലേ എന്ന് നമ്മൾ ഇത്തരുണത്തിൽ ആലോചിക്കേണ്ടതാണ്. വാനങ്ങളെക്കാൾ വിശാലമായ സ്വർഗം, ഭൂമിയേക്കാൾ വിശാലമായ സ്വർഗം. ആ സ്വർഗത്തിൽ നമ്മളുടെ കാലിൻ്റെ വലിപ്പം എത്രയാണ്? നമ്മുടെ കാലിൻ്റെ വലിപ്പം ചെറുതാണ്. ഈ കാല് വെക്കാനുള്ള സ്ഥലം ആ വിശാലമായ സ്വർഗത്തിൽ നമുക്ക് നിഷേധിക്കപ്പെട്ടാൽ നമ്മളെക്കാൾ ഭാഗ്യം കെട്ടവൻ പിന്നെ ആരുണ്ടായിരിക്കും? അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാണ്. ആ സ്വർഗത്തിൽ 8 കവാടങ്ങളിലൂടെയും അതിലേക്ക് അബൂബക്കർ റളിയല്ലാഹു തആല ക്ഷണിക്കപ്പെടും. ആ സ്വർഗത്തിൽ
ചിറക് വെച്ച് പാറി നടക്കുവാൻ ജാഫർ തയ്യാറുണ്ടായിരിക്കും. ആ സ്വർഗത്തിൽ ശബ്ദകോലാഹലങ്ങളോ പ്രയാസങ്ങളോ ഇല്ലാതെ ഒരു കൊട്ടാരം ഉടമപ്പെടുത്തി അവിടെ ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു തആല അൻഹ ഉണ്ടായിരിക്കും. ആ സ്വർഗത്തിൽ ഒരു കൊട്ടാരം നേടി ഉമറുൽ ഫാറൂഖ് ഉണ്ടായിരിക്കും. ആ സ്വർഗത്തിൽ തിരുനബിയുടെ മുമ്പിൽ കാൽ വെച്ച് നടക്കുന്ന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടായിരിക്കും. ആ സ്വർഗത്തിൽ അതിൻ്റെ അനുഗ്രഹങ്ങളിൽ റുമൈസ എന്ന് പറയുന്ന അബൂ തൽഹൽ അൻസാരിയുടെ ഭാര്യ ഉമ്മു സുലൈം ഉണ്ടായിരിക്കും. ആ സ്വർഗത്തിന്റെ വിശാലതയിൽ സുഗന്ധം വിതറി മാഷിത്തായെ പോലുള്ള മഹദികൾ ഉണ്ടായിരിക്കും. അവരെല്ലാവരും അനന്തരമെടുത്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഭവനങ്ങളിൽ ആളുകളാകുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു മൂലയിൽ അതിൽ ഒരിടം നേടി അതിൻ്റെ അർഹരായിട്ടില്ല എങ്കിൽ നമ്മളെക്കാൾ ഭാഗ്യം കെട്ടവനാരായിരിക്കും. അതുകൊണ്ട് നമ്മൾ സ്വർഗത്തിന് വേണ്ടി അള്ളാഹുവിനോട് യാചിക്കുകയും സ്വർഗത്തിന് വേണ്ടി അള്ളാഹുവിനോട് തേടുകയും സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ ഒരിടം ലഭിക്കുവാൻ അള്ളാഹുവിനോട് ദുആയിരക്കുകയും ചെയ്യുന്നവരാകണം. അതിനു വേണ്ട പ്രവൃത്തികൾ നമ്മൾ കേട്ടല്ലോ, ആ പ്രവൃത്തികളെ നമ്മൾ പ്രാവർത്തിക്കുന്നവരാക്കണം എന്നാണ് ഉണർത്തുവാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഔസത്തു അബ്വാബിൽ ജന്ന, സ്വർഗവാതിലുകളിൽ ഔസത്ത് ഏത്, അതുമായി ബന്ധപ്പെട്ടൊരു വിഷയം അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് ഇവിടെ സംസാരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരുടെ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേക്ക് അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഐരാരോഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നീട്ടി നൽകുമാറാവട്ടെ. അള്ളാഹു നരകത്തിൽ നമ്മളെ മോചിപ്പിക്കുമാറാവട്ടെ. സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ സ്വർഗീയ വിശാലതയിൽ ഒരിടം നൽകി അള്ളാഹു നമ്മളെ എല്ലാവരെയും ആദരിക്കുമാറാവട്ടെ. ഇതിനേക്കാൾ ഉത്കൃഷ്ടമായൊരു വേദിയിൽ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളായി ഒത്തുകൂടുവാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെയും നമ്മുടെ ഇടകളെയും മക്കളെയും നമ്മുടെ മാതാപിതാക്കളെയും ഒക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അവർക്ക് നേടിക്കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കഴിയുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോട് അള്ളാഹു പൊറുക്കുമാറാവട്ടെ. അവരെത്തിപ്പെട്ട കബറിടങ്ങളെ അവരുടെ അള്ളാഹുവിൻ്റെ ഒരു സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ പാർശ്വങ്ങളിൽ അള്ളാഹു കബറിടങ്ങൾ അവർക്ക് വിശാലമാക്കി നൽകുമാറാവട്ടെ. ഈ ദുനിയാവിൻ്റെ കോണിൽ അള്ളാഹു അവരെയും നമ്മെയും ഒന്നിപ്പിച്ചതുപോലെ അവരുടെ സ്വർഗത്തിൽ അള്ളാഹു അവരെയും നമ്മെയും ഒന്നിപ്പിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. اللهم احفظ لهذه البلاد أمنها وأمانها ورخاءها وسخاءها وقيادتها وعقيدتها إنك ولي ذلك والقادر عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.